നിലത്ത് നോക്കി കിടക്കണം. ഞാനാ കിടക്കുന്നത്. അതിന് ഞാൻ എന്ത് വേണം? ഞാറിൽ ചവിട്ടരുത്. നീ ആരാടാ കൽപ്പിക്കാൻ? ഞാൻ ആരും ആയിക്കോട്ടെ, ഞാറിൽ ചവിട്ടരുതെന്നാ പറഞ്ഞത്. എന്റെ അച്ഛന്റെ ഞാരാ ചവിട്ടിയ നീ എന്ത് ചെയ്യും? ഇക്കണക്കിനാണെങ്കിൽ തന്തൊരു തലയ്ക്കും ചവിട്ടുമെന്ന് തോന്നുന്നല്ലോ. എന്ത് പറഞ്ഞാ? ചാടാതെ അടങ്ങി നില്ലടി പെണ്ണെ. ഞാനിതൊക്കെ ചവിട്ടി നശിപ്പിക്കൂടാ. നീ എന്നെ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കാലില് മുള്ളു കൊണ്ടോ? ആ മുള്ളുകൊണ്ടെങ്കിൽ കണക്കായി പോയി കൊണ്ടുവച്ച് അലത്ത്. അയ്യോ, അമ്മേ, നമ്മുടെ രാധകുഞ്ഞില്ലേ പോകുന്നത്? കുഞ്ഞേ, കുഞ്ഞേ. അയ്യോ, കുഞ്ഞെന്താ ഞൊണ്ടുന്നത്? അതേ, എന്റെ കാലിലൊരു മുള്ളു കുത്തി. ഞാൻ എടുത്തു തരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തു. അയ്യോ, കാല് മുഴുവൻ ചെളിയായല്ലോ. വന്നാട്ടെ, കഴുകി കളഞ്ഞിട്ട് പോകാം. വേണ്ട വേണ്ട. ഏതായാലും ഈ വീട്ടുമുറ്റം വരെ വന്നതല്ലേ, ഒന്ന് കേറിയിട്ട് പോകാം. വന്നാട്ടെ കുഞ്ഞെ. ഇങ്ങോട്ട് നിന്നാട്ടെ, ഞാനിവിടെ നിന്നോളാം. അമ്മേ, രാധകുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? നല്ല മോരിരിപ്പുണ്ട്, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ഞങ്ങൾ പാവങ്ങളാ. രാധകുഞ്ഞിന്റെ യോഗ്യത അനുസരിച്ച് സൽക്കരിക്കാനുള്ള വകയൊന്നും ഇവിടെ ഇല്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലും അങ്ങനെയാണോ? എന്താ അമ്മ ഇത്? സാരമില്ല മോളെ, മുടി കിടന്നാ സ്നേഹം കൂടുമെന്നാ പറയുന്നത്. വാങ്ങിച്ചു കുടിക്കും മോളെ. മോളി തന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം എടുത്തോണ്ട് ശരി. നല്ല മോരാ മോളെ. അടുപ്പിൽ എന്തോ കരിയുന്ന മണം വരുന്നല്ലോ. അടുപ്പിലൊന്നും ഇല്ലല്ലോ. ഉണ്ട് ഉണ്ട്, കരിയുന്നു. ഒന്ന് പോയി നോക്കൂ. അയ്യപ്പൻ കോവിലെ പ്രസാദമാ. അടുപ്പിലൊന്നും കരിയുന്നില്ലേ മോളെ, മൂക്ക് തോന്നിയതാ. മോരെങ്ങനെ ഇരുന്നോ എന്തോ. വളരെ നന്നായിരുന്നു, ഞാൻ മുഴുവൻ കുടിച്ചല്ല. അതെയോ? ഇതാ ഞാൻ വരട്ടെ. മഹാലക്ഷ്മി പോലല്ലയോ വന്ന് കയറിയത്. വലിയ വീട്ടിലെ പെണ്ണാണെന്ന ഭാവമേ ഇല്ല. നേരാ, ആ മോര് മുഴുവനും അങ്ങ് കുടിച്ചു. അയ്യോ, ഇതെന്താ മോനെ? മോരഭിഷേകം. അമ്പലങ്ങളിൽ പാലഭിഷേകത്തെ പറ്റി അമ്മ കേട്ടിട്ടില്ലേ? അമ്മയ്ക്ക് വരെ ജോലിയൊന്നുമില്ലേ? എന്തിനാ അവളെ പിടിച്ച് വീട്ടിൽ കയറ്റിയത്? ഞാൻ അറിഞ്ഞ മോനെ ഇങ്ങനൊക്കെ ചെയ്യുമെന്ന്. അയ്യോ, ചേട്ടന് ഉച്ചയ്ക്ക് ഊണിനുള്ള മോരായിരുന്നത്. ഇനി ആ ചോറ് കൊണ്ടുവന്ന് തലയിൽ കൂടെ തട്ടി വെച്ചാൽ മതി. കോടി എവിടുന്ന്? എടാ നാരായണ, കാശ് വാങ്ങിച്ചിട്ട് കുമ്മായം കൊടുത്താൽ മതി. കാശ് തരാതെ ഞാൻ കൊണ്ടുപോവില്ല മോനെ. അല്ല, ഞാൻ കുമ്മായം മേടിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. പിന്നെ ഞാൻ ചത്തോന്നറിയാൻ വന്നതായിരിക്കും. അടുത്ത ആഴ്ച ഓണമല്ലേ, അതിന് നീ വീട്ടിൽ വന്നിട്ട് വേണം ഉണ്ണാൻ. നിങ്ങൾക്ക് നാണമില്ലേ എന്നെ ഉണ്ണാൻ വിളിക്കാൻ? ഞാൻ എന്തിനാടാ നാണിക്കുന്നത്? നീ എന്റെ മകളുടെ ഭർത്താവല്ലേ. സുരേന്ദ്രനും നീയും എനിക്ക് ഒരുപോലെയാ. അയ്യ, എന്തൊരു സ്നേഹം. എന്റെ വായിലിരിക്കുന്ന കേൾക്കാതെ പോവാ നല്ലത്. ഉണ്ണാൻ വിളിക്കാൻ വന്നിരിക്കുന്നു. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ ആഗ്രഹം കൊണ്ട് വിളിച്ചതാണ്. കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്കുമോ? നിങ്ങളൊന്ന് പോന്നുണ്ടോ ഇവിടുന്ന്? പോകാനാ പറഞ്ഞത്. എന്ത് വന്നാലും ഈ ആണ്ട് നമ്മൾ വെള്ളം ഇറക്കണം. എന്ന് പറഞ്ഞാൽ കുറുപ്പത്തെ പറമ്പിലല്ലേ വെള്ളം കയറ്റി വെച്ചിരിക്കുന്നത്? വെച്ചിരുന്നാൽ എന്താണോ? നമ്മുടെ കാരണവന്മാര് പിരിച്ചുണ്ടാക്കിയ പണം കൊണ്ടാ വെള്ളം മകൻ അറിയാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, കുറുപ്പ് അദ്ദേഹത്തെ കണ്ട് ഇതേക്കുറിച്ചൊന്ന് ആലോചിക്കാം. ആലോചിക്കാൻ ചെന്നാൽ ഈ ആണ്ട് വെള്ളം ഇറക്കണമെന്ന് പറയും. കഴിഞ്ഞ ആണ്ടിൽ വെള്ളം ഇറക്കാൻ സമ്മതിക്കാഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ സംഘടിച്ചുകൊണ്ട്. ഏതായാലും സുരേന്ദ്രൻ കുഞ്ഞിക്കാര്യത്തിന് കുറുപ്പിനെ താങ്ങാൻ പോണ്ട കാര്യമില്ല. ഉത്രട്ടാതിലാന്ന് നമുക്ക് വെള്ളം ഇറക്കണം. ശരി, നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഇതാണെങ്കിൽ എനിക്ക് യാതൊരു തർക്കമില്ല, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ഉത്രട്ടാതിക്ക് അങ്ങനെ വെള്ളം ഇറക്കണ്ടെന്നോ? വെള്ളം ഇറക്കില്ല.
ഇത്തവണ അവർ ചോദിക്കാതെ ഇറക്കാനാണ്. എന്നാലൊന്ന് കാണണമല്ലോ. നീ ഇതിലൊന്നും ഇടപെടാൻ പോകണ്ട. പിന്നെ ഇത്തവണ വിട്ടുകൊടുക്കാൻ പാടില്ല അങ്ങനെ. പണ്ട് കരക്കാര് പണം പിരിച്ചുണ്ടാക്കി വള്ളമാണ്. അതിന് വള്ളം നമ്മുടെ വള്ളപ്പേരല്ലേ അച്ഛായിരിക്കുന്നത്. അതിന് അവർക്കൂടെ അവകാശപ്പെട്ടതല്ല. അച്ഛൻ്റെ ഈ വിട്ടുവീഴ്ച ഒന്നുകൊണ്ട് മാത്രമാണ് ഏവന്മാര് തോളെ കയറിയിട്ട് കളിക്കുന്നത്. കുഞ്ഞു പറഞ്ഞാട്ടെ. എന്റെ മോനല്ലേ അവന്മാരുടെ നേതാവ്. താങ്കൾ ചെലവന്റെ കൂടെ എന്താ പറഞ്ഞു? അവന്റെ കൂടെ ചെല്ലാൻ അവന്റെ തന്ത പോകും. ഇടോ, നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ലാന്ന് സാധിക്കുന്നത് നല്ലത്. അവര് വള്ളം ഇറക്കുവോ ഇറക്കാതിരിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അല്ലേ നല്ലത്. നടക്കുന്നു അമ്മേ, ഞാൻ പോയി ഒന്ന് വള്ളംകളി കണ്ടോട്ടെ. വേണ്ട മോളെ, അവിടെ വാശിയും വഴക്കും ഒക്കെ നടക്കും. അച്ഛനെതിരായിട്ടാ അവര് വള്ളം ഇറക്കുന്നത്. എന്താ അമ്മേ, ഞാൻ എത്ര വർഷമായി വള്ളംകളി കണ്ടിട്ട്. ഞാനേ നമ്മുടെ ബോട്ടിൽ ഇരുന്ന് കണ്ടോളാം. എന്റെ പൊന്നമ്മയില്ലേ, ഞാൻ ഒന്ന് പോയിക്കോട്ടെ. എന്നാലേ അച്ഛനും ബാബു ഒന്നും അറിയില്ല. കുട്ടൻ എവിടെ? അവനെ കൂടെ വിളിച്ചു. ശരി അമ്മേ. കുട്ടാ! വള്ളം കയറ്റി വെച്ചോ? ഓഹോ കുഞ്ഞേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിൽ ഒരു വള്ളപ്പുര കെട്ടി നമുക്ക് ഈ വെള്ളം അവിടെ സൂക്ഷിക്കാം. അതെന്തിനാ? ഉറപ്പ് അദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കാതെയല്ലേ നമ്മൾ ഈ ആണ്ട് വെള്ളം ഇറക്കിയത്. ഈ വാശിക്ക് അങ്ങേര് വെള്ളം തീവച്ചു കളഞ്ഞാലോ? അതിനുള്ള ധൈര്യം അയാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. വള്ളത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനാ അയാൾ മോളെ പറഞ്ഞയച്ചത്. ഏതായാലും കുഞ്ഞ് ശരിക്കൊന്ന് വാരി വിട്ടത് വളരെ നന്നായി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഇതൊക്കെ ചെയ്ത്. ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. നീ എന്നോടാണോ തമാശ കാണിക്കുന്നത്? നീ ആരാടി ഇടാന്ന് കയറി വിളിക്കുന്നത്? നിന്നെ തന്നെ അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ അടുത്ത് ചെറുകിട്ട് കളിച്ചു കളയും. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോടി? എന്ത് പറഞ്ഞു? നിന്നെ കഴിഞ്ഞാൽ ഒടിച്ചു കളയും. നീ പെണ്ണായിപ്പോയി, അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പോ ശവമേ. നിന്നെ ഞാൻ കാണിച്ചു തരാവടാ. നീ എന്തോ കാണിക്കാനടി? പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടിട്ട്. പണക്കൊഴുപ്പല്ല എന്താ? ആരുടെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിക്കോളും. അപ്പൊ ഞാൻ വരട്ടെ. നിനക്കവരുടെ ചെവി കുരിക്കൊരു അടി കൊടുക്കാൻ വയ്യായിരുന്നു. ഞാൻ അടിക്കാൻ കൈ ഓങ്ങിയതാ ചേട്ടാ. അവൻ എന്റെ കൈയെ കയറി പിടിച്ചു. അവൻ അത്രയ്ക്കായി. സുരേന്ദ്ര, സുരേന്ദ്ര മോനെ, ഇങ്ങോട്ട് മാറാൻ ഞാനാണ് പറയുന്നത്. നിന്റെ അച്ഛനാണ് പറയുന്നത്. മോനെ സുരേന്ദ്ര, അച്ഛൻ പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കണം.